ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയ ഇടതുപക്ഷം എൽ.ഡി.എഫിന്റെ സീറ്റ് വിഭജനം പൂർത്തിയായി. സിപിഐഎം 15 സീറ്റിൽ മത്സരിക്കും. സിപിഐ 4 സീറ്റിലും കേരള കോൺഗ്രസ് എം 1 സീറ്റിലും മത്സരിക്കും. തർക്കം നിലനിൽക്കുന്നതിനാൽ ഇതുവരെ യു.ഡി.എഫിൽ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കുകയാണ് ഇടതുമുന്നണി. സച്ചിൻ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സച്ചിൻ. ഗുഡ് മോർണിംഗ് കാവ്യ. വളരെ കൃത്യമായി സീറ്റ് വിഭജനം പൂർത്തിയാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടുള്ള പ്രക്രിയകൾ ഒന്നൊന്നായി അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ സമാനമായ സാഹചര്യമല്ല. സീറ്റ് സംബന്ധിച്ച തർക്കമൊക്കെയും ഇപ്പോഴും യു.ഡി.എഫിൽ മുന്നണിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് പൊതുവിൽ കാണുന്ന കാഴ്ചകൾ? കാവ്യ, LDF തികച്ചും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു മൂഴം മുന്നേ എത്തിയിരിക്കുകയാണ്. കാരണം LDFിൻ്റെ സീറ്റ് വിഭജന ചർച്ചകൾ കൃത്യമായി ഐകകണ്ഠ്യേന ഇന്നലെ പൂർത്തിയായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ AKG സെൻറ്ററിൽ ചേർന്ന ഇടതുമുന്നണി യോഗത്തിലാണ് ഐകകണ്ഠ്യേന LDFിൻ്റെ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിച്ചത്. CPM 15 സീറ്റിലും CPI 4 സീറ്റിലും കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗവും മത്സരിക്കും. കൃത്യമായ രീതിയിലുള്ള ചർച്ചകളും സീറ്റ് വിഭജനത്തിൻ്റെ ഭാഗമായി നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് LDFന് ഇപ്പോൾ നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു പടി മുൻതൂക്കം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ലഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സമകാലീന വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ LDFന് കേരളത്തിൽ ഒരു മുൻതൂക്കമുണ്ട്. നവകേരള സദസ്സായാലും കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്ന കേരളത്തിൻ്റെ പ്രതിഷേധമായാലും LDFന് അനുകൂലമായിട്ടുള്ള ഒരു പൊതുജനവികാരം കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ ഇനി LDFിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സീറ്റ് വിഭജനത്തിൻ്റെ ഭാഗമായി വിഭജനം പൂർത്തിയായതിനാൽ ഇനി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് ഇടതുമുന്നണി കടക്കുകയാണ്. ഇന്ന് CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇന്നും നാളെയുമായിട്ട് AKG സെൻറ്ററിൽ ചേരും. അതുപോലെ തന്നെ CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തന്നെയാണ് ഇരു പാർട്ടികളും മുഖ്യമായി ഈ 2 ദിവസങ്ങളിലായി ചർച്ച ചെയ്യുക. മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് ഇനി ജില്ലാ, അതുപോലെ തന്നെ മണ്ഡലം, അതുപോലെ തന്നെ ബൂത്ത് തലം വരെയുള്ള കമ്മിറ്റികളിൽ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. അതിനുശേഷം അവർ നൽകുന്ന പട്ടികയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും. സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നാണ് അവസാനഘട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് ഇടതുമുന്നണി കടക്കുക. അതിനുശേഷം ഈ മാസം 14-ന് ജില്ലാ കമ്മിറ്റികൾ LDFിൻ്റെ ചേരും. അതിനുശേഷം മണ്ഡലം ബൂത്ത് തല കമ്മിറ്റികൾ ചേരാനാണ് ഇന്നലെ ധാരണയായത്. ഇത് കൃത്യമായി ഇന്നലെ നടന്ന LDF യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ EP ജയരാജൻ പറഞ്ഞു. മാത്രമല്ല, കേരളത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് UDF ആയിരുന്നു. പക്ഷേങ്കിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളാണ് UDFിനകത്ത് നിലനിൽക്കുന്നത്. 3ാം സീറ്റിനായിട്ട് മുസ്ലിം ലീഗ് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഇതുവരെ പരിഹരിക്കാൻ കോൺഗ്രസിനോ UDFിനോ ആയിട്ടില്ല. മാത്രമല്ല, കോൺഗ്രസിനകത്ത് തന്നെ കോട്ടയം സീറ്റിൽ ജോസഫ് വിഭാഗം മത്സരിക്കുമെന്ന് പറഞ്ഞതിനാൽ ആ സീറ്റിനകത്ത് സ്ഥാനാർത്ഥിയെ ചൊല്ലി ജോസഫ് വിഭാഗത്തിൽ വലിയ രീതിയിലുള്ള തർക്കം രൂക്ഷമായിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനയായ INDC തന്നെ വിമത ശല്യവുമായിട്ട് കോൺഗ്രസിനെ വലിയ രീതിയിൽ ആക്രമിക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ മുൻകാലങ്ങളിലൊന്നും INDC വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി പോലും ഉണ്ടായിട്ടില്ല. അതിനാൽ ഇത്തവണയെങ്കിലും ശക്തമായ ഒരു സീറ്റ് നൽകണം എന്നാണ് അവരാവശ്യപ്പെടുന്നത്. ആലപ്പുഴ അല്ലെങ്കിൽ കണ്ണൂർ സീറ്റ് നൽകണം എന്ന ആവശ്യവുമായാണ് INDC എത്തിയിട്ടുള്ളത്. അതിനാൽ വലിയ രീതിയിലുള്ള ഒരു തർക്കം UDFിനകത്ത് നിലനിൽക്കുകയാണ്. UDFിനകത്ത് ജാഥ പോലും സംഘടിപ്പിക്കാൻ സാധിക്കാത്ത ഒരു പ്രതിസന്ധിയും നിലനിൽക്കുന്നുണ്ട്. കാരണം കോൺഗ്രസ് മാത്രം ഇപ്പോൾ UDF നിലകൊള്ളുന്നത് എങ്കിൽ സീറ്റ് വിഭജന ചർച്ചകളൊക്കെയും പൂർത്തിയാക്കി ഇടതുമുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. സമഗ്ര വിവരങ്ങളാണ് സച്ചിൻ നൽകിയത്.